ജന്മാദ്യസ്തേതുന്നയാദിതരതച്ചാർത്തേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തിയത് സൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ചാനലായ നാദശ്രീയിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 18-ാം അധ്യായത്തിൽ 25 ശ്ലോകമാണ് നമ്മൾ പറഞ്ഞ് വെച്ചത്. സന്ദർഭം എന്താ വെച്ചാൽ ഹിരണ്യാക്ഷനും ഭഗവാനും തമ്മിലുള്ള യുദ്ധമാണ്. മൈനം മായാവിനം ദൃപ്തം നിരങ്കുശം അസത്തമം. സത്തമനല്ലാത്തവൻ ദുർനടപടിക്കാരൻ ഒക്കെയാണ് അസത്തമൻ. സത്തമൻ എന്ന് പറഞ്ഞാൽ നല്ലവൻ. ദുർവൃത്തനായിരിക്കുന്ന ഹിരണ്യാക്ഷനോട് ഭഗവാനെ, അങ്ങേക്കിപ്പോൾ ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു കളി മാത്രമാണ്. കുറച്ചു നേരം അവനോട് കളിച്ചളയാമെന്നുണ്ടാവും, അത് വേണ്ടാന്ന് ബ്രഹ്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പൂച്ചയ്ക്ക് പാമ്പിനെ കിട്ടിയാൽ കുറച്ച് നേരം കൊല്ലണ്ട എന്നുണ്ടാവും അത്ര. കാരണം കുറച്ച് നേരം കളിക്കണം. അതിനെ അങ്ങോട്ടിട്ടിട്ടും ഇങ്ങോട്ടിട്ടിട്ടും കളിക്കാനാണ് അത്രയും പൂച്ചയ്ക്ക് താല്പര്യം. വേഗം ചത്ത അതിന് ഭയങ്കര വിഷമം. കാരണം അതിനെ വിട്ട് കളിപ്പിക്കാൻ പറ്റില്ലല്ലോ. എന്ന പോലെ ഭഗവാനിപ്പോൾ ഈ ഹിരണ്യാക്ഷൻ എന്ന വിഷസർപ്പം, ആശി വിഷം ഉത്തിതം, വിഷസർപ്പത്തെ ഒരു പേടിയില്ല. കുറച്ച് നേരം കളിക്കാനൊരവസരം കിട്ടിയെന്ന് വിചാരത്തിലാണ്. ഒരു മാവ് പറഞ്ഞു, എന്താ കാരണം വേഗം കൊല്ലണം എന്ന് പറയാൻ? ന യാവദേശ വർദ്ധേത സ്വാം വേളാം പ്രാപ്യദാരുണ സ്വാം ദേവമായ മാർത്തായ താപം ജഹ്യഖം അച്യുത. സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ ആസുരയാമമാണ്. അസുരന്മാർക്ക് ശക്തി വർദ്ധിക്കുന്നതാണ് ഈ നിശാചരന്മാർ എന്ന് പറയാൻ കാരണം. രാത്രിയാണ് അവരുടെ എല്ലാ പ്രഭാവവും ഉണ്ടാവുക. അതൊന്നും കൂടി മനസ്സിലാക്കാൻ, രാത്രി ഏതൊക്കെ ആൾക്കാർക്ക് പ്രഭാവം കൂടുതലുണ്ടോ അവരൊക്കെ ആസുര സ്വഭാവത്തെ സംശീകരിച്ചവരാണ്. ചിലരുടെ പ്രവൃത്തികൾ നോക്കിയാൽ അറിയാം അവരുടെ വാസന. പ്രഭാതത്തിൽ ഉത്സാഹം ഉണ്ടാവുക വളരെ നല്ല ഒരു ക്വാളിറ്റി ആയിട്ടാണ് പണ്ട് മുതലേ പറയുന്നത് എന്നാണ്. അവരെ കിടന്നുറങ്ങാതിരിക്കുക, എണീക്കുക, കുളിക്കുക, എന്തെങ്കിലുമൊക്കെ ഈശ്വരകാര്യമോ ഒന്നുമില്ലെങ്കിൽ ലൗകിക കാര്യം തന്നെ നടക്കാൻ പോവുക. ഈശ്വരകാര്യം തന്നെ വേണമെന്നൊന്നുമില്ല, ഉത്സാഹം വേണം രാവിലെ. അതൊരു നല്ല സ്വഭാവമാണെന്നാണ്. അപ്പം എന്ന പോലെ ഇവിടെ ഇപ്പോൾ പറയണത് എന്താണെന്ന് ചോദിച്ചാൽ, രാത്രി ആയാൽ അസുരന്മാർക്ക് ശക്തി വർദ്ധിക്കും. അതുകൊണ്ട് ഇവനെ സന്ധ്യ ആയി കഴിഞ്ഞിരിക്കുന്നു, ഇനിയും ഒരു സർപ്പത്തെ കൊണ്ട് കളിക്കണ പോലെ അങ്ങ് കളിക്കണ്ടെന്നാണ് ഞങ്ങളുടെ എളിയ അഭിപ്രായം എന്ന് പറഞ്ഞു. ഏഷ ഘോരതമാ സന്ധ്യ ലോകച്ചമ്പട്കരി പ്രഭോ. ചമ്പട്കരി ലോകത്തിന് നാശത്തെ ജനിപ്പിക്കുന്ന സന്ധ്യ. ആ സന്ധ്യ വന്ന് ചേർത്തിരിക്കുന്നു, സമാഗതമായിരിക്കുന്നു. സന്ധ്യയും രാവിലത്തെ പ്രഭാതവും രണ്ടും സന്ധ്യയാണ് കേട്ടോ. പക്ഷെ രണ്ടും കൂടിയുള്ളൊരു വ്യത്യാസം എന്താ അറിയോ? ഒരു വ്യത്യാസം, പ്രഭാത സന്ധ്യ എപ്പോഴും ശുഭകരാണ്. ലോകത്തിന് നല്ലത് വരുന്നു. പ്രഭാതമായിട്ട് പകലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പകലിനെ പ്രതീക്ഷിക്കുന്ന സന്ധ്യയാണ് പ്രഭാത സന്ധ്യ. വൈകുന്നേരത്തെ സായം സന്ധ്യയോ രാത്രിയാണ് മുമ്പിൽ. ഒരു ഭീകരതയും ഇഷ്ടമില്ലായ്മയും അപകട സൂചനയും ഒക്കെ ഉള്ളതാണ്. അപ്പം സായം സന്ധ്യ പൊതുവേ നന്നല്ല എന്നാണ് പറയണത്. നന്നല്ലാത്തതായിട്ടുള്ള സമയത്ത് എന്തിനാണ് നാമം ചെല്ലണത്? നന്നല്ലാത്ത സമയത്താണ് നാമം ചെല്ലേണ്ടത്. ആ ദോഷം നമുക്ക് ബാധിക്കാതിരിക്കാൻ. അപ്പോൾ നോക്കി, സന്ധ്യയ്ക്ക് നാമം ചെല്ലുന്നത് നല്ല സമയമാണോ? നല്ല സമയമല്ല. പക്ഷേ ആ നല്ല സമയം അല്ലാത്തതിൻ്റെ ദോഷങ്ങൾ ഇല്ലാതാവാനാണത്രേ
വൈകുന്നേരം നാമം ജപിക്കുന്നത്. ചില കാര്യങ്ങൾ അനുഷ്ഠിച്ചേ പറ്റൂ എന്ന് പറയുന്നത്. ഏഷ സന്ധ്യ ചമ്പട്കരി. ചമ്പട്കരി എന്ന് പറഞ്ഞാൽ നാശം വിതയ്ക്കുന്ന സന്ധ്യ. കൊതുവൊക്കെ ഇളകണത് എപ്പോഴും സന്ധ്യയ്ക്കാവും അല്ലേ. ബാക്കി സമയത്തൊന്നും ഇല്ലാത്ത സ്ഥലത്തും കൂടി സന്ധ്യയ്ക്ക് കൊതു ഉണ്ടാവും. അപ്പോൾ ഈ ദോഷവശങ്ങൾ ഇല്ലാണ്ടാക്കാനാണ് സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്നത്. രാവിലെയോ നല്ലത് സ്വാംശീകരിക്കാനാണ്. ഇത്ര അർത്ഥവത്ത പണ്ടത്തേക്കാൾ. അപ്പം ചീത്തയെ തള്ളി നല്ലത് സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ സന്ധ്യയ്ക്ക് വൈകുന്നേരം, സന്ധ്യ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വൈകുന്നേരം എന്ന അർത്ഥമില്ല. സന്ധ്യ കൂടുക എന്നുള്ള അർത്ഥം. സന്ധി, പ്രഭാത സന്ധ്യ, സായം സന്ധ്യ. സായം സന്ധ്യയിൽ നമ്മൾ ദോഷ കാര്യങ്ങളെ ഇല്ലാതാക്കാൻ നാമം ജപിക്കുന്നു, ആവശ്യം തന്നെ. പ്രഭാതത്തിലോ നല്ല കാര്യങ്ങൾ സ്വാംശീകരിക്കാൻ നാമം ജപിക്കണോ. രണ്ടും വേണം എന്നാണ് പറയുന്നത്. പക്ഷെ രണ്ടും രണ്ട് തരമാണ്. സന്ധ്യ ഒരിക്കലും ശുഭമല്ല എന്ന് ഇവിടെ അവർ ചമ്പട്കരി, നാശത്തെ ഉണ്ടാക്കുന്ന സന്ധ്യ. ആ നാശം ഉണ്ടാവാ സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടവും. ഹിരണ്യാക്ഷനും ഹിരണ്യേശുവും ജനിച്ചത് തന്നെ എന്താ കാരണം? സന്ധ്യയ്ക്ക് ദിതിയും കശ്യപനും ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതാണ് സന്ധ്യ. പ്രഭാതത്തിലാണ് ഒരു ജനനം ഉണ്ടായെങ്കിലോ ലോകത്തിന് തീർച്ചയായിട്ടും ഉപകാരപ്രദമാവും. കോൺവേഴ്സ്ലി തീർച്ചയായില്ലേ സന്ധ്യ നന്നല്ല. സന്ധ്യയ്ക്ക് ജനിച്ചത് കൊണ്ട് ഹിരണ്യാക്ഷനും ഹിരണ്യേശുവും അതിദുഷ്ടന്മാരായിട്ട് ജനിച്ചു. സന്ധ്യാസമുത്പാദന ഘട്ടചേഷ്ടവും, ഉത്പാദന പ്രക്രിയ സന്ധ്യയിൽ ഏർപ്പെട്ടുകൊണ്ടാണത്. അപ്പോൾ സായം സന്ധ്യ നെഗറ്റീവ്സ് ഉള്ളതായതുകൊണ്ട് ആ നെഗറ്റീവ്സിനെ കൂട്ടുകയല്ല വേണ്ടത്. ടി വി വെച്ചിട്ടും വർത്തമാനം പറഞ്ഞിട്ടും ലോകകാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ട് അതിനെ കൂട്ടാതെ ദോഷങ്ങളെ ഇല്ലാതാക്കുക. അതിന് നാമം ജപിക്കുക, ഈശ്വര കാര്യങ്ങൾ അനുഷ്ഠിക്കുക. രാവിലെ നല്ലതിനെ സ്വാംശീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ചമ്പട്കരി ആയിരിക്കുന്ന നാശം വിതയ്ക്കുന്ന സന്ധ്യ വന്നു ചേർന്നതിനാൽ അല്ലയോ ഭഗവാനെ ഇവനെ കൂടുതൽ ജീവനോടെ വയ്ക്കുകയല്ല നല്ലത്. അതുനേഷോ അഭിജിത് നാമ യോഗോ മൗഹൂർത്തികോ ഹ്യഗാത് ശിവായനസ്തം സുഹൃതാം ആശു നിസ്തര ദുസ്തരം. അഭിജിത്ത് എന്നു പേരായ അഭിജിത് നാമ, അഭിജിത്ത് എന്ന് പേരിടുണ്ട് നമ്മളല്ലേ. ചിലർക്കൊക്കെ അഭിജിത്ത് എന്നൊരു മുഹൂർത്തമാണ്. ശരിക്കും പറയാച്ചാൽ 28 നാളുണ്ട് എന്നാണ് പറയണത്. 28ാമത്തെ നാളാണ് അഭിജിത്ത്. എന്തേ അത് 28ാമതായിട്ട് കൂട്ടാതിരുന്നത്? വളരെ ചെറിയ ഒരു മുഹൂർത്തമേ ഉള്ളൂ. 60 നാഴികയാണ് ഒരു ദിവസം. അതിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ട് ഭരണിയും കാർത്തികയും പൂരായാലും വേറൊന്നായാലും വരും. ഏറ്റവും കുറഞ്ഞത് ഏതാ ചോദിച്ചാൽ അഭിജിത്താണ്. 1 നാഴിക പോലും ഇല്ല, അരനാഴികയില്ല. എന്നാൽ ഉണ്ടാനും അതിനാണ് അഭിജിത്ത്. ചെറിയൊരു മുഹൂർത്തം. മൗഹൂർത്തിക ഏഷ, ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ എത്രയോ 60 നാഴികയുടെ ചെറിയൊരു അംശമാണ്. അപ്പം ഈ സമയം അധുന അഗാത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു, എത്താറായി എന്നാണ്. അഭിജിത്ത് കഴിയാറായി. അധുന അഗാത് വേഗം കഴിയും. അതിനു മുമ്പേ ഇവനെ വധിക്കണം. ആശു ത്വം സുഹൃതാം ന, വേഗം അങ്ങ് ഞങ്ങളുടെ ക്ഷേമത്തിനായിട്ട്. ന വിസർഗം ഞങ്ങൾ, സർഗമില്ലാത്ത ന നെഗറ്റീവ്, നോ എന്നുള്ള അർത്ഥമാവും. സർഗട്ട ഞങ്ങൾ ഭക്തരായ ഞങ്ങളുടെ ക്ഷേമത്തിനായിക്കൊണ്ട് ഇവനെ വധിക്കണം. ശിവായ ക്ഷേമത്തിനായിക്കൊണ്ട്, ശിവൻ മംഗളം നൽകുന്നവൻ ആയിക്കൊണ്ട് സംഹരിച്ചാലും. ദുസ്തരം നിസ്തര, ദുസ്തരനായിരിക്കുന്ന ഇവനെ വധിച്ചാലും. അഭിജിത്ത് കഴിയാറായി. വിജയമുഹൂർത്തമാണ് ഈ അഭിജിത്ത്. അപ്പം അതിനെ പാഴാക്കരുത്. അങ്ങ് ബ്രഹ്മാവ് പറഞ്ഞു അധുന ഏഷോ അഭിജിത് നാമ. അധുന എന്നാണ് വാക്ക് കൂടി ചേരുമ്പോൾ അധുനേഷോ എന്ന് വരുന്നത്. അധുന ഏഷ, അധുന പ്ലസ് ഏഷ അധുനേഷോ. അധുനേഷോ ഏഷോ അഭിജിത് നാമ യോഗോ മൗഹൂർത്തികോ ഹ്യഗാത്.
അത് കഴിയാറിന് മുമ്പ് കൊല്ലുകയാണ് നല്ലത്. ശിവായ നസ്തം സുഹൃതാം ആശു നിസ്തര ദുസ്തരം. ദുസ്തരം എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കാൻ പ്രയാസമുള്ളതായ ഇവനെ ഞങ്ങളുടെ ക്ഷേമത്തിനായിക്കൊണ്ട് ന ശിവായ തും നിസ്തര, അങ്ങ് ഹനിച്ചാലും ദിഷ്ട്യാ ത്വാം വിഹിതം മൃത്യും അയം ആസാദിത സ്വയം വിക്രമ്യേനം മൃതേകത്വ ലോകാൻ ആദേഹി ശർമ്മണി. ദിഷ്ട്യ ഭാഗ്യത്താൽ, ഭാഗ്യം അന്നുണ്ട്, ഭാഗ്യത്തിൽ വിശ്വാസവും പണ്ടുണ്ട്. വിഹിതം നിശ്ചയിക്കപ്പെട്ട മൃത്യു, വിഹിതം മൃത്യു, ഭാഗ്യത്താൽ ഇവൻ്റെ മരണം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ത്വാം നിന്തിരുവടിയെ, അയം ഇവൻ, സ്വയം അനേ, സ്വയം എന്ന് പറഞ്ഞാൽ താനെ തന്നെ, ആസാദിത പ്രാപിച്ചു. അങ്ങയാൽ മരിക്കാനാണല്ലോ ഇവന് യോഗം. അതിന് അങ്ങേക്ക് അവനെ തേടി പോണ്ടി വന്നില്ല, അവൻ അങ്ങേ തേടി തന്നെ വന്നു. നന്നായി, അത്രയും നന്നായി. ഭഗവാന് ഭാരം കുറഞ്ഞല്ലോ. ഇവൻ സ്വയം ആസാദിത, അങ്ങയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു. പഞ്ഞി കൊല്ലാൻ എളുപ്പമല്ലേ. ഹത്വ ലോകാൻ ശർമ്മണി, വധിച്ചിട്ട്, ഹത്വ വധിച്ചതിന് ശേഷം, ലോകാൻ ലോകത്തെ, ആദേഹി സ്ഥാപിച്ചാലും, വെള്ളത്തിൽ ആണ്ടതായ ഭൂമിയെ യഥാസ്ഥാനത്ത് സ്ഥാപിച്ചാലും, ദിഷ്ട്യാത്വാം വിഹിതം മൃത്യും, അങ്ങയാൾ മൃത്യു നിശ്ചയിക്കപ്പെട്ടതായ ഇവൻ അങ്ങയെ തേടി വന്നു. മൃത്യുവിനെ തേടി അങ്ങോട്ട് പോവുക ചെയ്തത്. ഭക്തന്മാരൊക്കെ അങ്ങനെ അത്രേ, മൃത്യുവിനെ തേടി അങ്ങോട്ട് പോകും. വെച്ചാൽ മൃത്യു അല്ല സത്യത്തിൽ, അതുകൊണ്ടാണ് പോണത്. മൃത്യുവിനെ ആരും തേടില്ലല്ലോ, അവർക്ക് മൃത്യു ഇല്ല, ശരീരം നിന്ന് പോവുക അത്രയേ ഉള്ളൂ. നമ്മളതിന് മൃത്യു എന്ന് പറഞ്ഞാലും മഹാന്മാർക്കത് മൃത്യു അല്ല, ശരീരം വിട്ടാൽ അനശ്വരത്വത്തിലേക്കുള്ള പ്രയാണമാണ്. അപ്പോൾ ഹിരണ്യാക്ഷൻ ഭക്തനാണ്, ശത്രുഭക്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മൃത്യുവിനെ, അങ്ങാകുന്ന മൃത്യുവിനെ തേടി വന്നിരിക്കുന്നു. ബാക്കി അങ്ങേക്ക് കാര്യങ്ങൾ എളുപ്പമായല്ലോ. മൃത്യും അയം ആസാദിത സ്വയം വിക്രമ്യേനം മൃദേഹത്വ, മൃദേ യുദ്ധത്തിൽ ഹനിച്ച് ലോകത്തെ രക്ഷിച്ചാലും, താണുകൊണ്ടിരിക്കുന്ന ഭൂമിയെ യഥാസ്ഥാനത്ത് സ്ഥാപിച്ചാലും എന്ന് ബ്രഹ്മാവ് അപേക്ഷിക്കുകയാണ്. ഈ കളികളും ഓരോന്ന് മാച്ചുകളൊക്കെ നടക്കുമ്പോൾ കാണികൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാറ് പതിവുണ്ട് അല്ലേ, ഓരോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടേ. എന്ന പോലെ യുദ്ധം നടക്കുമ്പോൾ ബ്രഹ്മാവും നാരദനും ഒക്കെ ഭഗവാനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക, അതിൻ്റെ ഒരു ശൈലിയാണല്ലോ. അത് ഇവിടെ ഉണ്ടായി എന്ന് പറയണു. ഇനി നമുക്ക് ആ അധ്യായത്തിൻ്റെ പാരായണം ഒന്ന് നോക്കാം. 18-ാം അധ്യായം, അതാ അഷ്ടാദശോധ്യായ. മൈത്രേയ ഉവാച തദേവ മാകർണ്യജലേശഭാഷിതം മഹാമന തദ്വിഗണയ്യ ദുർമദ ഹരിർവിദിത്വാഗതിമംഗനാരദാത് രസാതലം നിർവിവിശേ ത്വരാന്വിത. നാരദനിൽ നിന്ന് അങ്ങയുടെ സ്ഥാനം, അതായത് ഭൂമിയുടെ സ്ഥാനം, ഭൂമി എവിടെ കൊണ്ടച്ചത് ഹിരണ്യാക്ഷൻ രസാതലത്തിലാണ്. പാതാളത്തിനും രസാതലത്തിനും കോമണായിട്ട് രസാതലം എന്ന് പറയും. സത്യത്തിൽ രണ്ട് ലോകമാണ്, രസാതലം വേറെ പാതാളം വേറെ. എന്നാൽ ഒരുമിച്ച് ചിലപ്പോൾ ഒക്കെ പറയും. പാമ്പ് എന്ന് പറഞ്ഞാൽ അത് കോമണാണ്, നാഗത്തിനും സർപ്പത്തിനും കൂടി പറയുന്ന ഉള്ള പോലെ ചില വാക്കുകൾ കോമണായിട്ട് പറയുന്നു. രസാതലം പാതാളം രണ്ടും രണ്ടാണ്. രസാതലത്തിലാണ് ഹിരണ്യാക്ഷൻ ഭൂമിയെ താഴ്ത്തിയത്. തത്രാഭിജിതരന്തരാധരം പ്രോന്നീയമാനാവനിമഗ്രദംഷ്ട്രയ പുഷ്ണന്തമഷ്ണാഹൃതരോരുണശ്രിയ ജഗാതജാഹോ വനകോശരോ മൃഗ ആഹേനമേക്യച്ചമഹിം വിമുഞ്ചനോരഥോകസാം വിശ്വസിജയമർപ്പിത നസ്വസ്തിയാ സ്വസ്യനയാ മമേക്ഷത സുരാധമാ ആസാദിതസൂകരാകൃതേ. ദേവന്മാരിൽ വെച്ചിട്ട് അധമ എന്ന് വിളിക്കുകയാണ് വിഷ്ണുവിനെ. നീ അധമനാണ്, എല്ലാ ദേവന്മാരിലും വെച്ചിട്ട് അസാത്ത സുരാധമ. പിന്നത്തെ വാക്ക് പറയാൻ പറ്റാത്ത ആസാദിത സൂകരാകൃതി, കള്ളപ്പന്നി തന്നെ വിളിച്ചത് സംസ്കൃതമാണ് എന്ന് മാത്രം. ആസാദിതം എടുക്കപ്പെട്ട, സത്യമല്ലാത്ത, സൂകരാകൃതി പന്നിയുടെ വേഷം, എടുക്കപ്പെട്ട സൂകരാകൃതി കള്ളപ്പന്നി. സൂതാധമ ആസാദിത സൂകരാകൃതേ സുന്നസ്തപത്നേരഭവായ കിം പ്രദോയോമായാഹന്യസുരാൻ പരോക്ഷജിൽ
ത്വാം യോഗമായ ബലമൽപപൗരുഷം സംസ്ഥാപ്യ മൂഢപ്രമചേതു കുറിച്ചു ചാതുഹിതം തിദേകതയാ ശീർണതീഷ്ണം ആണ്യസ്മദ്ഭുജച്യുതയായേച തുഭ്യം പെലിംഗരന്ദിഷയോ യേച ദേവാ സ്വയം സർവേന ഭവിഷ്യന്ത്യമൂല സതുത്യമാനോരിതുരുക്തതോമരേ ദംഷ്ട്രാഗ്രഗാം ഗാമുപലക്ഷ്യപീതാം ദംഷ്ട്രാഗ്രഗാം ഗാം രണ്ട് ഗാം ഉണ്ട്. എന്താ രണ്ട് ഗാം? ദംഷ്ട്രാഗ്രഗാം എന്ന് പറഞ്ഞാൽ ദംഷ്ട്രയുടെ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന, ആ ഗാം സ്ഥിതി ചെയ്യുന്ന എന്നർത്ഥം വരിക. രണ്ടാമത്തെ ഗാം ഭൂമി. അപ്പോൾ ദംഷ്ട്രയുടെ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂമി എന്നർത്ഥം. ദംഷ്ട്രാഗ്രഗാം ഗാം, ദംഷ്ട്രാഗ്രഗാം ഗാം ഉപലക്ഷ്യബീതാം തോതം വൃഷന്നിരഗാദംബുമധ്യാൻ ഗ്രാഹാഹത സ കരേണു യഥേപ. ശക്തമായിട്ടുള്ളൊരു മുതലയെ പോലെ ആ വെള്ളത്തിൽ ഹിരണ്യാക്ഷൻ അട്ടഹസിച്ചു. തം നിസ്സരന്തം ദരലാതോ ഹിരണ്യകേശോ തിരുതം യഥാചഷ കരാളദംഷ്ടോശനി നിസ്സനോ പ്രവേഗതക്രിയ ഹിം ത്വസതാം വിഗർഹിതം. കരാളമായിരിക്കുന്ന ദംഷ്ട്രകളൊക്കെ കാണിച്ചുകൊണ്ട് യുദ്ധമുണ്ടായി. സഗാമുദത്താസരിലസ്യഗോചരേ വിന്യസ്യ തസ്യ ആത്മനതാസ്വസത്വം അഭിഷ്ടതോ വിശ്വസ്തുജാപ്രസൂനേനാപൂര്യമാണോ വിബുധേ പശ്യതോരേ. ഭഗവാൻ ഭൂമിയെ അവിടെ സുരക്ഷിതമായിട്ട് വെച്ചു. നീ പേടിക്കാതെ പടിയിരിക്കുക, ഇവനൊക്കെ ഞാൻ ഇപ്പം ശരിയാക്കിക്കോളാം. പരാനുഷക്തം തപനീയോപകൽപ്പം മഹാഗതം കാഞ്ചന ചിത്രദംശം മർമാണ്യഭീഷണം പ്രതുദന്തം ദുരുക്ത് പ്രചണ്ഡമന്യം പ്രകതന്തം ബഭാഷേ ശ്രീ ഭഗവാനുവാച. ഭഗവാനെ എന്താ വിളിച്ചത്? കള്ളപ്പന്നീന്നല്ലേ? മക്ക മറുപടി. ഭാഗവത്തിൽ തമ്മിതെല്ലാവരും നല്ലോണം പറയുന്നുണ്ട്. എന്താ ഭഗവാൻ പറഞ്ഞത്? സത്യം വയംബോ ഭോ വനകോശരാമൃഗ വിഷ്മപിതാം മൃഗേ ഗ്രാമസിംഹാൻ. കള്ളപ്പന്നി എന്ന് വിളിച്ചപ്പോൾ എടാ നായേ എന്ന് പറയുകയാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല, എൻ്റെ അത് കിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അത്ര നല്ലൊരു ഭാഷയായിട്ടല്ല. ഗ്രാമസിംഹാൻ, എന്നെ പോലുള്ള നായ്ക്കളെ വക വരുത്താൻ തന്നെ ഈ പന്നിവേഷം ഞാൻ എടുത്തത്. ഈ വേഷേ നിനക്ക് പറ്റൂ. ഇപ്പോൾ ഇവിടെ ഹിരണ്യാക്ഷനെ ഒന്ന് താഴ്ത്തി. വേറൊരു മുമ്പിൽ ഞാൻ ഈ വേഷം എടുത്തിട്ടുണ്ടോ? വേറെ ആരുടെയെങ്കിലും മുമ്പിൽ? അപ്പം എന്നെ പോലെയുള്ള ഗ്രാമസിംഹങ്ങളുടെ മുമ്പിൽ ആ നായക്കളെ ഒതുക്കാൻ ഈ പന്നിയുടെ വേഷയെ പറ്റൂ. ന മൃത്യുപാശേപതി മുക്തസ്യ വീരാഭികത്തനന്തവ ഗണ്ണന്ത്യഭദ്രായേതേ വയന്യാതകരാരതോകസാം ഗതക്രിയോ ഗതയാദ്രാഭിതാത്തേ തിഷ്ടാമഖേദാഭികതഞ്ചിതാജോസേയം ക്വയാമോപരിനോത്പത്യവൈരം തുമ്പത്തധാനാങ്കിലയൂതപാദിപോ കടത്തനോ സ്വസ്തയാശനൂഹ സത്യാപ്യജാത്മാൻ പ്രമശാസ്തുസ്തകാനാം യ സ്വാം പ്രതിജ്ഞാനാദിപർത്തി അസഭ്യ ഒട്ടും തന്നെ സംസ്കാരമില്ലാത്തവനെ, കഴിയുമെങ്കിൽ നിൻ്റെ ഗത കൊണ്ട് എന്നെ തോൽപ്പിച്ച് നിൻ്റെ ആൾക്കാർക്ക് നീ സന്തോഷം ഉണ്ടാക്ക്. ആണാച്ചാൽ അതാ വേണ്ട, വാക്കല്ല, പ്രവർത്തിച്ച് കാണിച്ച് എന്നെ തോൽപ്പിച്ച് നിൻ്റെ ആൾക്കാർക്ക് നീ സന്തോഷം തൃട്ടിക്ക്. മൈത്രേയ ഉവാച സ്വദിച്ചിത്തോ ഭഗവതാ പ്രലബ്ധച്ച അജുരുഷാവൃശം ആജഹാരോൽബണം ക്രോധം ക്രീട്യമാനോ ഗിരാടിവാർ ജന്മമട്ടിതശ്വാതാൻമന്നുപ്പചലിതേന്ദ്രിയ. അഹി എന്ന് പറഞ്ഞാൽ പാമ്പ്, പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ടുവന്നു. ഭഗവാൻ തു ഗതാവേഗം വിതട്ടം രിപിണോരസി അവഞ്ചയത്തിരച്ചീനോ യോഗാരൂഢൈ വാന്തകം. ഗത പ്രയോഗിച്ചു ഹിരണ്യാക്ഷൻ. ഭഗവാൻ തൻ്റെ കൗമോദികി എന്ന ശ്രേഷ്ഠമായിട്ടുള്ള ഗത കൊണ്ട് അടിച്ച് ആ ഗതയെ തിരിച്ച് വീഴ്ത്തി, തൻ്റെ മേൽ തട്ടാതെ തടുത്തു. പുനർഗതാം സ്വാമാതായ ഭ്രാമയന്തമഭീഷ്ണശ അപ്യതാവത്തര്യക്കുത്താതം പാതഷ്ടതച്ചതം പല്ലിങ്ങോട്ട് കടിച്ചു ഭഗവാൻ. അല്ലേ, യുദ്ധത്തിന് ദേഷ്യം തന്നെ വേണം. ദേഷ്യം വേണ്ടിടത്ത് ദേഷ്യം വേണ്ടേ? ദേഷ്യം എല്ലാവർക്കും വേണ്ടാത്തതല്ല, അസ്ഥാനത്ത് പാടില്ല എന്നേ ഉള്ളൂ. ദേഷ്യം വേണ്ടിടത്ത് ദേഷ്യം വേണം. അത് ദേഷ്യം വന്ന് ഹിരണ്യാശുവിനെ വധിക്കാൻ സിംഹായപ്പോഴും നല്ല ക്രോധമായിരുന്നു ഭഗവാൻ എന്നാണ്. അപ്പോൾ ദേഷ്യം പറഞ്ഞതൊരു വേണ്ടാത്ത സംഗതിയല്ല. ചിലപ്പോൾ അതുകൊണ്ടേ കാര്യങ്ങൾ നേടാൻ പറ്റുള്ളൂ. തതച്ച ഗതയാരാദ്യം ദക്ഷിണത്യാമ്പു പ്രഭു ആജഗ്നേ ഹൃദാം സൗമ്യ ഗതയാ കോപിതോ കലൽ അല്ല ഗതായുദ്ധം. ഇങ്ങോട്ട് കിട്ടുക, തട്ടുക്കുക, അങ്ങോട്ട് കൊടുക്കുക. ഏവം ഗത പ്യാങ്കുർവി പ്യാമര്യക്ഷോ ഹരിരേവച. ഹരിയക്ഷൻ ഹിരണ്യാക്ഷൻ, ഹരി വിഷ്ണു. എന്താ വാക്ക് കണ്ടോ? ഹരിയക്ഷോ ഹരിരേവച. ഹരിയക്ഷൻ ഹിരണ്യാക്ഷനും ഭഗവാനും ഹരിയും കൂടി ഗംഭീരയുദ്ധം. ജിഗീഷയാത് ദണ്ഡന്താവന്വന്നം നഭിജഗ്നതോ തയോ പ്രദോർത്തിപ്മഗതാഹതാംഗയോഷദാസ്ത്രവക്രാണ വിവൃദ്ധമന്യോ. വളരെയധികം ദേഷ്യം വന്ന് വിചിത്രമാർഗ ചരതോ ജിഗീഷയാ
വ്യഭാതിലായാം ഇവ ശുഷ്പിണോർമൃധ നിത്യത്തേജ്ഞാവ്യവസ്യമായ ഗൃഹീതവാരാഹതനോർമഹാത്മന കൗരവ്യമക്യാം ശ്രുതോർവിമർദ്ദനേ വിമർദ്ദനം തിദിട്ടരാഗാദശി പ്രതിസ്വരാട് ആസന്നശൗണ്ടീരമപേതസാത്മതംഗത പ്രതീകാരം ആഹാര്യവിക്രമം വിലക്ഷദൈത്യം ഭഗവാൻ തകർത്തണീ ജഗാത നാരായണമാതിസൂകരം. സഹസ്രണി എന്ന് പറഞ്ഞാൽ 1000 അക്ഷൗഹിണിപ്പടകളോട് ഒറ്റയ്ക്ക് നിന്നിട്ട് പൊരുത, ആരും വേണ്ട. 1000 പടകളോട് ഭീഷ്മർക്ക് ആ കഴിവുണ്ടായിരുന്നു എന്ന സഹസ്രണി. ഭഗവാനും ആ പേര് കൊടുത്തു. ആര് വന്നാലും ആരുടെയും സഹായം ഇല്ലാതെ യുദ്ധം ചെയ്യാൻ കഴിവുള്ളവനാണ് സഹസ്രണി. ബ്രഹ്മോവാചേഷത്തെ ദേവദേവാനാമംഗ്രിമൂലമുപേഷാം. അങ്ങയുടെ പാദപത്മത്തെ ആശ്രയിച്ചതായ വിപ്രാണാം സൗരഭേയാണാം ഭൂതാനാമപ്പനാഗതാം ആകസ്കൃത് ഭയകൃത് ദുഷ്കൃത് തസ്മത്വാത്തവരോ അസുര. ഇവിടെ 3 വാക്കെടുത്തു. ആകസ്കൃത്, ഭയകൃത്, ദുഷ്കൃത്. 3 കൃത്തുകളാണ്. ആകസ്കൃത്, ഭയകൃത്, ദുഷ്കൃത് ഹിരണ്യാക്ഷൻ്റെ വിശേഷണങ്ങളാണ്. എന്തൊക്കെയാണ്? ആകസ്കൃത്ത് ആക്രമിക്കുന്നവൻ, ഒരു കാരണവും ഇല്ലാത്തവരെ പോയിട്ട് ആക്രമിക്കും. ഭയകൃത്ത് ഭയപ്പെടുത്തുന്നവൻ, നല്ല ആളുകളെ പേടിപ്പെടുത്തുക, ഭയപ്പെടുത്തുക. എന്നിട്ടോ ദുഷ്കൃത്ത് അവർക്ക് ദ്രോഹവും ഉണ്ടാക്കി തീർക്കുക. ആരുടെ തെറ്റും ചെയ്യാത്ത നിരപരാധികളെ ഉപദ്രവിക്കുക, ആക്രമിക്കുക, പേടിപ്പെടുത്തുക. ഇതാണ് ഹിരണ്യാക്ഷൻ്റെ പ്രവൃത്തികൾ. അന്വേഷൻ അപ്രതിരതോ ലോകാനടതി കണ്ടക മൈനം മായ അഭിനന്ദൃത്തം നിരങ്കുശമസത്തമം. ആ ക്രീഡ ബാലവദ്ദേവയതാശീ വിഷമുത്ഥിതം ബ്രഹ്മാവ് പറഞ്ഞു. ഭഗവാനെ, ഈ പാമ്പിനെ കൊണ്ട് ഇങ്ങനെ പൂച്ച കളിക്കണ പോലെ, പൂച്ച എന്നവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ, അങ്ങ് ഇവനെ കൊണ്ട് കളിക്കണ്ട. കാരണം സന്ധ്യ ആവുകയാണ്, വേഗം അവനെ വധിക്കുകയായിരിക്കും നല്ലത്. രാത്രിയായാലോ അസുരന്മാർക്ക് ശക്തി കൂടില്ലേ. ന യാവദേശവർദ്ദേതസ്വാം വേളാം പ്രാപ്യദാരുണ. വേള സമയം, വേള മലയാളത്തിലത്തെ വേള തന്നെ. സ്വാം ദേവമായ മാസ്തായ താവഹമച്യുത. ഹേ അച്യുത, ഇവനെ ജയിച്ചാലും കൊന്നാലും. ഏഷാ ഘോരതമ സന്ധ്യ ലോകച്ചമ്പട്കരി പ്രഭോ. ലോകനാശം വിതയ്ക്കുന്ന സന്ധ്യയാണ്. ഉപസർപ്പതി സർവാത്മൻസുരാണാം ജയമാവഹ. അതുകൊണ്ട് ദേവന്മാർക്ക് ജയിക്കാനുള്ള അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തം ഇതാ കഴിയാറായി. അതിനെ മുമ്പ് വധിക്കണം. അഭിജിത്തിൽ ജനിച്ചവരൊക്കെ ലോകപ്രസിദ്ധരാകുന്ന. അടുത്ത കാലത്ത് ജനിച്ചിട്ടുള്ള ആരും ഇന്ദിരാഗാന്ധി മാത്രമേ ഈ അഭിജിത്ത് എന്ന മുഹൂർത്തത്തിൽ ജനിച്ചിട്ടുള്ളൂ എന്ന് പറയണു കേട്ടോ. തെളിവുണ്ടോ വെച്ചാൽ നമുക്കറിയില്ല. ഇപ്പം ലോകപ്രസിദ്ധി നേടും, കുപ്രസിദ്ധി അസപ്രസിദ്ധി വേറെ. അവർ കുറേ കാര്യങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാവുന്നു ഈ അഭിജിത്ത്. കാരണം അധികം ആൾക്കാർക്കും കിട്ടാത്തൊരു മുഹൂർത്തമാണ് ഈ അഭിജിത്ത്. അത്രയും ചെറുതാണ്. അതിനേഷു അഭിജിത്ത് നാമ യോഗോ മുഹൂർത്തികോ ഹഗാത് ശിവായനസ്തം സുഹൃതാം ആശു നിത്തരദിത്തരം ദിട്യാത്താം വിഹിതം മൃത്യും അയം ആസാദിതസ്വയം വിക്രമേനം മൃതം മത്വ ലോകാനാഥേ കിശർമണി. ഓം ശ്രീകൃഷ്ണായ നമഃ. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംവിധായാം തൃതീയസ്കന്ധേ ഹിരണ്യാക്ഷവധേ അഷ്ടാദശോധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹിരണ്യാക്ഷവധേ എന്നാണ്. ഹിരണ്യാക്ഷവധേ, വധോ നാമ എന്നല്ല. രണ്ടും കൂടി വ്യത്യാസം എന്താ? ഹിരണ്യാക്ഷവധ ആയിട്ടില്ല, വരാൻ പോണേയുള്ളൂ. അപ്പോൾ ഹിരണ്യാക്ഷവധമായിട്ട് ബന്ധപ്പെട്ട 18ാമത്തെ അധ്യായം എന്നാണ് ഹിരണ്യാക്ഷവധേ. അല്ലെങ്കിൽ ഹിരണ്യാക്ഷവധോ നാമ ആണ്. ഇനി അടുത്തത് അങ്ങനെ പറയാം, ഹിരണ്യാക്ഷവധോ നാമ. അതിൽ വധം ഉണ്ടാവുന്നുണ്ട്. ഇത് വധവുമായിട്ട് ബന്ധപ്പെട്ട അധ്യായമാണ്. അഷ്ടാദശോധ്യായ. അടുത്ത് 19ാമത്തെ അധ്യായം തുടങ്ങുകയായതുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്ത് അത് നോക്കാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.